അവരെത്രയും വേഗം ഇവിടെ എത്തും എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ആർ ദ ഹോൾ ടീം ഹിയർ എന്നുള്ളത് വേണം പറയാനായിട്ട്. ഇത് മാത്രമല്ല ARM ടീം, ഇതിൻ്റെ കൂടെ ഒരുപാട് പേര് പ്രവർത്തിച്ച് ഒരുപാട് നാളത്തെ അധ്വാനത്തിൽ അങ്ങനെ 12-ാം തീയതി ആ റിസൾട്ട് അറിയാൻ നിൽക്കുകയാണ്. നാളെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ചരിത്രമാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു 3D ടീസർ ലോഞ്ച് നടക്കുന്നു ദുബായിൽ. ട്രെയിലർ ലോഞ്ച് 3000 ടീസർ എന്നാണ് പറഞ്ഞത്, ട്രെയിലർ. ആ കേട്ട ശബ്ദം മറ്റാരുടെയുമല്ല, the captain of the ship, Jitin Lal. welcome. Thank you. ഞാൻ ഫസ്റ്റ് വന്ന ഉടനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹൃദയടിപ്പ് നോക്കുകയായിരുന്നു. കാരണം അതിനോട് അടുക്കും തോറും ഇല്ല സർ, എനിക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര കുറെ നാളത്തെ ആഗ്രഹമാണ്. എല്ലാ സ്ഥലത്തും പോകുമ്പോ ഇത് തന്നെയാണല്ലോ പറയുന്നത്. കഴിഞ്ഞ തവണ ഞാൻ നൈലച്ചടുത്തും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ജോണിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, ആരും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനിയിപ്പോ വിളിച്ചല്ലേ പറ്റുള്ളൂ. കാരണം മലയാളത്തിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓണ ചിത്രങ്ങളിൽ ഞാൻ താങ്കളായിട്ടും വിളിക്കാഞ്ഞിട്ടും ആദ്യത്തെ വിളിയിൽ തന്നെ നമ്മൾ ആ മനസ്സ് കാണാതിരിക്കുന്നില്ല. ഉറപ്പായിട്ടും 8 വർഷത്തെ പ്രയത്നമാണ് ഇവിടെ വരാൻ. ഏറമല്ല ARNിലേക്ക് വരാൻ, മനസ്സിലായോ? അപ്പോ ജിതിൻ അങ്ങനെ 12ന് ഇതെത്തുന്നു. നാളത്തെ ഒരു ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ ഇതിന്റെ എല്ലാം തന്നെ ചരിത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ഒരു പടം തുടങ്ങുന്നത് ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ പടം ഈ രീതിയിൽ വരിക, അതിനോടൊപ്പം തന്നെ ഇത്രയും കണ്ട ആൾക്കാർക്ക് ഒരു ആൻറ്റിസിപ്പേഷൻ. നമ്മുടെ ലോഞ്ചുകൾ നടന്നത് മുഴുവൻ യൂറോപ്പിൽ, അടുത്ത ഒരു 3D ട്രെയിലർ ലോഞ്ച് ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ മലയാളം, അത് നടക്കുന്നത് ദുബായിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല ഒരു മലയാളം സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം മലയാളിക്ക് സ്വപ്നം കാണാവോ അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആർ ബാക്കിങ് ഇറ്റ്. ഇത് എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെ ഇതുവരെയും ചരിത്രത്തിൽ കാണാത്തൊരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ജിത്തിന്റെ അടുത്ത് ചോദിച്ചത് ജിത്തിന്റെ ഹൃദയമെടുപ്പ്. പക്ഷെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടുത്തിട്ട് പോകണം അല്ലേ? ഓരോരുത്തർ. അപ്പൊ ജിതിൻ വെൽക്കം. പിന്നെ ഞാൻ പറയട്ടെ, ടോബി വീണ്ടും സ്വാഗതം. ടോബി ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ വന്നത് ഞാൻ തന്നെ ആയിരിക്കും. 100% ഉറപ്പായിട്ടും ടോബി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു പടം തുടങ്ങിയ കാലം തൊട്ട് ടോബി ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും അതിനകത്ത് എല്ലാവരും ചേർന്ന് ഒരു കയ്യടി കൊടുത്ത് തുടങ്ങാം. ഇറ്റ്സ് ഹിസ് 50th മൂവി ARM എന്ന് പറയുന്നത് 50ാമത് ചിത്രം അതിലേക്ക് എത്തി എന്നുള്ളതാണ്. ആൻഡ് ദ ബ്യൂട്ടിഫുൾ കൃതി ഷെട്ടി, വെൽക്കം. ആണ് എല്ലാവരും ശരിക്കും കാണണമെന്ന് ആഗ്രഹിച്ച ആളതാ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വേറെ ആൺകുട്ടികളൊന്നും കാണില്ല, ഞാൻ കാണാൻ ആഗ്രഹിച്ചു. അതല്ല ഞാൻ പിന്നെ വേറൊരാളെ പറ്റി പറയുമ്പോൾ തീർച്ചയായും ദ നാഷണൽ അവാർഡ് വിന്നർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുരഭി ലക്ഷ്മി. സുരഭി ചേച്ചിയുടെ സെക്കൻഡ്. സുരഭി ചേച്ചി എന്നാണ് പറയാൻ പറഞ്ഞത്. പറഞ്ഞു എന്റെ അടുത്ത് സത്യം പറയും. ഇന്ന് ഇടതുവശത്ത് ആരോ ഒരാളുള്ളത് കൊണ്ട് അങ്ങനെ പറയും. ആൻഡ് അഗൈൻ ഫസ്റ്റ് ടൈം എവറാണ് നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഹരീഷ്, വെൽക്കം. ഹ്യൂജ് ഫാൻ. തീർച്ചയായും ഒരുപാട് സിനിമകളിൽ മികച്ചത് എന്ന് വെച്ചാൽ ഇന്ന് ഹരീഷിന്റെ കാര്യം നമ്മൾ എല്ലായിടത്തും വ്യക്തമാക്കണം. ഇപ്പൊ ഇനി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണെന്ന് ആരത്തും പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം. ബിക്കോസ് കുറേ കാലമായിട്ട് മിഥുനെ ഞാൻ TV-യിൽ കാണുന്നുണ്ട്, പിന്നെ റേഡിയോ ഷോസിൽ ഇങ്ങനെ കേൾക്കാറുണ്ട്, അപ്പം സോഷ്യൽ മീഡിയ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. ബിഗ് ഫാൻ ഓഫ് യുവർ റീൽസ്. ബട്ട് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. വളരെ വളരെ സന്തോഷം. വെരി വെരി ഹാപ്പി ദാറ്റ് I'm part of ARM team and I'm meeting you here. I'm very very happy. We are all so very proud to be hosting such a team. അതാണ് എടുത്തു പറയേണ്ടത്. മൈക്ക് തിരിച്ചു വാങ്ങണമെന്നല്ലേ? മൈക്ക് അപ്പൊ തന്നെ പറഞ്ഞ് സത്യനല്ല തിരിച്ചു വാങ്ങിച്ച് ഇത് വന്നപ്പോ തൊട്ട് നമുക്ക് പണി തന്നോണ്ടിരിക്കുകയാണല്ലേ. And again ഒരു ഞാൻ പറയുമല്ലോ ARM എന്നുള്ളതിൻ്റെ നമ്മളിപ്പോൾ തുടക്കം തൊട്ട് പറയുമ്പോൾ ടോബി ഇതിൻ്റെ കാര്യങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ആദ്യം ഷെയർ ചെയ്യുന്ന സമയം തൊട്ട് പറയുന്ന ഒരു പേരാണ് സുജിത്ത് എന്ന് പറയുന്ന പേര്. അത് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് യുവർ ഡെബ്യൂ സിനിമ എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു മാഗ്നം ഓപ്പസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. കേട്ടോ, വേറൊരു സ്റ്റോറി ഉണ്ട്. സുജിത്തേട്ടൻ 20 വർഷത്തിന് മുമ്പേ ഇവിടെ വർക്ക് ചെയ്തിട്ട് നാട്ടിൽ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് പോയിട്ട് 20 വർഷത്തിന് ശേഷമാണ് ഇന്ന് ഇവിടെ എത്തുന്നത്. ആണോ? അയ്യോ, അപ്പൊ വലിയ വെൽക്കം ബാക്ക്. പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയല്ലേ ഉള്ളു കാര്യം. തീർച്ചയായും സിനിമ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ ആ സിനിമയുടെ കാര്യത്തിലോട്ട് തന്നെ വരട്ടെ.
ശരിക്കും ഇതിൻ്റെ ഒരു നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയുടെ പേര് ആദ്യം അനൗൺസ് ചെയ്ത് കേൾക്കുമ്പോൾ ഇത് ഇത്രയും വലിയൊരു പടമാണെന്ന് നമുക്ക് തോന്നില്ല. പടത്തിൻ്റെ പേര് അജയൻ്റെ രണ്ടാം മോഷണമാണ്. ഇപ്പം അത് ARM ആയപ്പോഴാണ് കുറച്ചുകൂടി ഒരു പാൻ ഇന്ത്യൻ ഇത് വന്നത്. അല്ല, ഇത് ഇപ്പോഴും അത്ര വലിയ പടമോ പാൻ ഇന്ത്യനോ ഒന്നും അല്ല. അല്ല, ഞാൻ പറഞ്ഞ ഈ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പടമാണ്. പക്ഷെ ഈ സിനിമ ആളുകൾ കണ്ട് സ്വീകരിച്ച് ഇന്ത്യയിലൊട്ടാകെയുള്ള ആൾക്കാർ സ്വീകരിച്ചാൽ മാത്രമേ അത് പാൻ ഇന്ത്യൻ ആവുന്നുള്ളൂ. മറ്റേതൊരു മൾട്ടി ലിംഗ്വൽ സിനിമ നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ബാഹുബലി എന്നൊക്കെ പേരിടേണ്ട പടമാണോ ഇത് വന്നേക്കുന്നത് എന്നുള്ളത് ശരിക്കും ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയല്ല. നമ്മളൊരു ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം, അവിടെ ഒരു 300 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളൊക്കെ പുറത്തിണക്കി അജയന്റെ കഥ പറയണം. അജയൻ എന്ന് പറയുന്ന ഒരു PSC ഗ്രാജുവേറ്റ്, അയാള് ഒരു ട്യൂഷൻ ഒക്കെ എടുക്കുന്നുണ്ട് വീടിന്റെ അടുത്തുള്ള കുട്ടികൾക്ക്. അങ്ങനെ ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് മുമ്പത്തെ 2 ജനറേഷനുകളിൽ ഉണ്ടായിട്ടുള്ള 2 കഥാപാത്രങ്ങളും കൂടെ ഭാഗമാകുന്നു. സ്ക്രീൻ ടൈം കുറഞ്ഞിട്ടുള്ളവരായിരിക്കും കുഞ്ഞിക്കേളും മണിയനും അല്ലെ? അജയനാണ് കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ശരിക്കും നമുക്ക് മറ്റവര് 2 പേരും ഇതുണ്ട്, പക്ഷെ ടൈറ്റിൽ ക്യാരക്ടർ അജയൻ തന്നെയാണ്. ട്യൂഷൻ മാഷ വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ബ്രഹ്മാണ്ഡ അങ്ങനെ ഒരുപാട് നല്ല ട്യൂഷൻ മാഷന്മാരുണ്ടായിരുന്നു. അതെ. Kriti, let me come to you. Kriti, again, first time ever acting in Malayalam as well. Yes. So how was it entering into Ajayan's world? Ajayan's രണ്ടാം മോഷണം. And you are playing the title lead as well. Yeah, Ajayan's lead, yeah. So, I mean, I've done Telugu and Tamil Of films course, so yeah, far, yeah. and I was really looking forward to working in Malayalam. I've actually always wanted to do a Malayalam film, but I just didn't know how it happened. So I had been manifesting for a long time, and when this came, I was so excited, and I felt like Jitin. I had gone live on Instagram. Yeah, so some other people were manifesting too. So I had gone live, and lots of people were asking me when is my Malayalam debut. Okay. And I found it a little strange because lots of comments were like that. And then finally I said very soon. Okay. And Jitin, he took the screen recording of that and he sent it to me, and because I had heard the script. പക്ഷെ നമ്മള് എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതെ. അപ്പൊ എന്റെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരാണ് ഈ ഇരുന്നിട്ട് Screenshot എടുത്ത് അയച്ചത്. അല്ലല്ല, ലൈവിലിരുന്ന് ചോദിച്ചോണ്ട് എന്താ മലയാളം പടം. എന്തൊരു മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ നല്ലതിന് മാനിഫെസ്റ്റേഷൻ. So this I recently found out, and I felt like I felt that it was so sweet because they actually means that matched, they really wanted you for the character as they well, right? matched my excitement, which I felt really good about. So That's okay. Go on. so I was happy. I mean, since day one I was happy to join, but before that I was really nervous about the language and then the kind of performance expectations that they would have. But then as I joined set, the way everybody made me feel, Yeah. I felt extremely good. I felt so much at home actually that I forgot everything, and it was a wonderful experience. You're looking like $1,000,000 on screen. Thank you ശരിക്കും very ഓരോ much. ഷോട്ടും കാണുമ്പോൾ you're looking so great. Thank you. But again, the love that is shown for Maniyan, അത് നമ്മൾ കാണണമെങ്കിൽ ഒരാളുടെ കണ്ണിൽ കൂടെ കാണണം. ഒരു ഷോട്ടില് ചുമ്മാ ഒരു തീയിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മാണിക്യത്തിന്റെ പിന്നെ കണ്ടോന്നോ ആ പ്രണയം കണ്ടോന്നാണോ അതോ ഷോട്ട് കണ്ടോന്നാണോ ചോദിച്ചത്? അത് ശരിക്കും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ 2 ഇതിൻ്റെ ലോഞ്ച് നടത്തി, UK-ലും അയർലൻഡിലും നടത്തിയ സമയത്തും ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുരഭി എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നർ ഇല്ല, അവിടെ ആകെ ഒരാളേ ഉള്ളൂ, അത് മണിയന്റെ മാണിക്യം മാത്രമാണെന്നുള്ളത് പറഞ്ഞായിരുന്നു. ആ മാണിക്യത്തിലോട്ട് എത്തിയതിന്റെ ഒരു കഥ നമുക്ക് വേണ്ടിയിട്ട് ആ കഥ പറഞ്ഞപ്പോ നമ്മൾ കേട്ട്, പക്ഷെ നാട്ടുകാർ കേൾക്കണ്ടേ? കേൾക്കണം. അതായത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന അവിടെ തൊട്ടുണ്ടോ? ബ്രേക്ക് എടുത്തിട്ട് വരാം. അതെ, ഇവർക്കെല്ലാം അടുത്ത അതാണ് എന്ന് നിന്റെ മൊയ്തീൻ. ഞാൻ പറഞ്ഞാൽ മതിയ കഥ പഠിച്ചിട്ടില്ല, യൂറോപ്പിൽ പഠിച്ചിട്ടില്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ. അതായത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്
സുരഭി അഭിനയിക്കുന്നുണ്ട്. ജിതിൻ അതിനകത്ത് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഡയറക്ടർ. അപ്പോ ആ കാത്തിരുന്ന് എന്ന് പറയുന്ന പാട്ടില് ഒരു മൊന്തയ്ക്കകത്ത് ഒരു ലവ് ലെറ്റർ ഒളിപ്പിച്ചിട്ട് അതെ. സുരഭി പാർവതിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പടി കയറി വരുന്ന സമയത്ത് ആ പടിയുടെ സൈഡിലുള്ള ആൾക്കാരെ ഇങ്ങനെ ഒതുക്കി നിർത്തുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ഇവരെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കണ്ടപ്പോഴേ പുള്ളിക്കാരിക്ക് തോന്നി ഇദ്ദേഹം എന്തെങ്കിലും എടുത്ത് രക്ഷപ്പെടാൻ സാധ്യത ഒരുത്തനാണെന്ന്. അപ്പോഴേ ചോദിച്ചു, എടാ മോനെ നമ്മളെയൊക്കെ നീ സിനിമയിൽ വരുമ്പോ വിളിക്കുവോ? അപ്പോ എന്ന് നിന്റെ മൊയ്തീനിൽ പറയുന്ന പോലെ വാക്കാണ് സത്യം എന്ന് പറയുന്ന പോലെ ജിതിൻ അന്ന് കൊടുത്ത വാക്കാണ് വെറുതെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതല്ല, നായികയായിട്ട്. ഈ കഥ നമ്മൾ കാണാപ്പാടം പഠിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഹരീഷേ, സത്യമായിട്ട് പറയാണ്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? ഇത് അല്ലാണ്ട് വേറെ വേറെ ഇന്റർവ്യൂല് വേറെ ഉള്ള കഥയല്ലേ? അത് രാത്രി ചോദിച്ചാൽ ഇത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലാഷ് ബാക്ക് വേണ്ടി കുറച്ച് നമുക്ക് മൊത്തത്തിൽ പുതിയ കഥകൾ മൊത്തത്തിൽ പുതിയ കഥകൾ പിടിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ 2 ഏജിലുള്ള ക്യാരക്ടേഴ്സിനും വേണ്ടിയിട്ട് സുരഭിയുടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഏത് ക്യാരക്ടർ ആണെങ്കിലും യു ഡു യുവർ ഓൺ പ്രിപ്പറേഷൻ. അത് ഒരു തിയേറ്റർ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും എവിടെയും ഞാൻ പറയുന്ന വെച്ചാൽ ഈവൻ ഒരു സീനുള്ള സിനിമയാണെങ്കിൽ പോലും ഷീ ടേക്സ് ഹെർ ഓൺ പ്രെപ്പ്. അത് നമുക്ക് തീർച്ചയായും. പക്ഷെ ഇതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ലേ? ആ പ്രിപ്പറേഷൻ ഒന്ന് പറയാമോ? അതായത് ഇതിനു വേണ്ടിയിട്ട് ഇപ്പം മണിയന്റെ ക്യാരക്ടർ മറ്റുള്ള കഥാപാത്രങ്ങളെയാണ് ഞാൻ ആദ്യം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഓരോരോ ഇത് വരുന്ന സമയത്തും അത് വായിക്കും. പിന്നെ എൻ്റെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള വിനോദ് മാഷും ജ്യോതിഷേട്ടനും അവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. 2 പേരും എന്നെ ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്, എന്നെ തിയേറ്റർ പഠിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ സാധ്യതകളും പരിമിതികളും ഒക്കെ അവർക്കറിയാം. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറയുന്ന കുറേ സാധനങ്ങൾ മാറ്റി എനിക്ക് തന്നെ തിരിച്ചു പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ സാധനം കിട്ടി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരിക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതിൽ കളരി അഭ്യാസിയാണ്. നിമിഷ നേരം കൊണ്ട്, അതായത് ഇവിടെ മണിയടിച്ച് അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെ പലതരം ഒടിയൻ വിദ്യകളൊക്കെ ഒരു ട്രെയിലറിലുള്ള. അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ എന്ന് പറയുമ്പോ ആ ഡയലോഗിലുണ്ട് അയാളുടെ മൊത്തം അയാൾ എത്ര വലിയ ആളാണെന്ന് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇല്ലേ? അപ്പൊ അതേപോലെ ഓരോ ഡയലോഗിലും ഒരുപാട് കഥകൾ നിറച്ചിട്ടാണ് സുരേട്ടൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കളരി പഠിക്കുന്നു, ബ്ലാക്ക് മാജിക്കിന്റെ കുറച്ച് സംഭവങ്ങൾ പഠിക്കുന്നു, താന്ത്രിക് യോഗയുടെ കുറച്ച് സാധനങ്ങൾ പഠിക്കുന്നു. അപ്പൊ ഇവര് ഇടയ്ക്ക് വെച്ച് ഫ്ലൈറ്റ് വെച്ച് 2 തവണ ശപിച്ചു. ഞാൻ വെള്ളം കിട്ടാതെ താഴെ ഇറങ്ങിയത്. അപ്പൊ ഇതുവേണ്ടി ഞാനും കളരി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കളരി പഠിക്കുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ എങ്ങനെയായിരിക്കും, നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ എങ്ങനെയായിരിക്കും, അല്ലാതെ എങ്ങനെയായിരിക്കും, എവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ അനവധി ഒരു 2 തലമുറകളുടെ കഥകൾ എടുത്തിട്ടാണ് നമ്മളിതിൽ വരുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്നുണ്ട്. അതാ പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് ശരിക്കും ആ ക്യാരക്ടർ നമ്മൾ നേരത്തെ തന്നെ മാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സുഹൃത്തുക്കളും ഞാനും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയും. കാരണം അതൊരിക്കലും മറ്റേ ഒരു എന്താ ഒരു സെഡക്റ്റീവ് രീതിയിലോട്ടും പോകാൻ പാടില്ല. അപ്പൊ ഭയങ്കര ഒരു ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ നമ്മുടെ എഞ്ചിൻ തവിട് പൊടിക്കും. അതുകൊണ്ട് ഇങ്ങനെ സുരഭിനെ ഞാൻ ഇങ്ങനെ പിടിച്ചാണ് നിർത്തിയിരുന്നത്. അതായത് ഒരു പൊടി അങ്ങോട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കട്ട കൂട്ടും, അപ്പൊ ഞാൻ കുറച്ച് താഴോട്ട് വരും. അപ്പൊ അല്ല, ഞാനും നേരത്തെ നമ്മള് ഈ പറയുന്ന ഡ്രാമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡ്രാമയെന്നുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ട് എങ്ങനെ ആ മീറ്റർ കീപ്പ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമ്മൾ മനസ്സിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഈ കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ ഏത് റേഞ്ചും ചെയ്ത് കാണിക്കുമല്ലോ. ഇവർക്ക് എന്താണ് വേണ്ടത്? നമ്മളിപ്പോ
അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ മെറ്റീരിയലുമായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയാണോ വേണ്ടത്, അപ്പം അവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട സാധനങ്ങളായിട്ട് ബണ്ടിൽ സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇയാൾ അത് ചൂസ് ചെയ്യുന്നു, ഇത് മതി, ഇത് ഇത്ര മതി, ഇത് ഇത്ര മതി എന്ന് പറഞ്ഞ് അയാൾക്ക് കുക്ക് ചെയ്യാൻ അറിയണം. അപ്പൊ ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോയി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹം കുക്ക് ചെയ്തെടുത്തു എന്നുള്ളതാണ് മാണിക്യം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മാണിക്യനായി മാറിയിരിക്കുകയാണ്. മാണിക്യൻ എന്നുള്ള ആ ഒരു ഇക്വാലിറ്റിയിലെ ആ ഒരു ഇക്വേഷനിലേക്ക് ഞങ്ങൾക്ക് മാറാൻ പറ്റി. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ നാടകം എന്നുള്ളതല്ല, തിയേറ്റർ പ്രാക്ടീസ് ചെയ്തു. മനസ്സിലായി, തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുക. അതിലേക്ക് വരണം. ഞാൻ ഒന്ന് ഹരീഷിലോട്ടും കൂടി പോട്ടെ. അതായത് വളരെ ഈ ശരിക്കും പറഞ്ഞാൽ മായാനദി തൊട്ട് ഇപ്പൊ ടൊവിയുമായിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ തുടങ്ങി എനിക്ക് മായാനദി തൊട്ടായിരിക്കും അല്ലെ. പക്ഷെ ഇപ്പൊ അതിലോട്ട് വന്ന് നിൽക്കുമ്പോൾ ക്യാരക്ടറിലുള്ള ചേഞ്ച് എന്താണ്? ഇപ്പൊ ഈ പടവും മറ്റു ക്യാരക്ടേഴ്സും തമ്മിലുള്ള ചേഞ്ച് എന്താണ്? എന്റെ ക്യാരക്ടർ അതെ. സോ എനിക്ക് മായാനദി എന്റെ കരിയറിൽ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്യൂട്ടിഫുൾ ക്യാരക്ടർ, ബ്യൂട്ടിഫുൾ. അതിനകത്ത് ഏറ്റവും ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണല്ലോ അത് ഞങ്ങൾ സംസാരിച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഡിസ്കസ് ചെയ്തതോ അല്ല. ടോവിക്കും എനിക്കും അവിടെ കുറെ സീൻസ് ഉണ്ട്, കയ്യിൽ നിന്ന് ഹാൻഡ് കഫ് എടുക്കുന്ന സീൻസ്. അവിടെ ഒന്നും ഡയലോഗ്സ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഡയലോഗ്സ് ഒന്നും ഇല്ല. പക്ഷേ ബിക്കോസ് രണ്ടുപേരുടെയും ഒരു മൈൻഡ് സ്റ്റേറ്റ് ഒരു ലെവലിലായിരുന്നു. ബിക്കോസ് I would be newly married. അപ്പം ടോബി ആ ഒരു ഭയങ്കര ഡീപ്ലി ഇൻ ലവ്. അപ്പൊ രണ്ടുപേരും അതൊരു പറയാത്ത സാധനമാണ്. അത് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി മായാനദി. ആൻഡ് മായാനദി കഴിഞ്ഞ് ദെൻ ഐ വാസ് പാർട്ട് ഓഫ് കൽക്കി. സോ കൽക്കിയിൽ ഇപ്പം ടോബി പറഞ്ഞില്ലേ എന്നെ അടിക്കൊക്കെ അതിനെ പ്രതികാരം ചെയ്തതല്ലേ. പക്ഷേ ഐ എം വെരി വെരി ഹാപ്പി ബിക്കോസ് 2016 ഞാൻ ടൊവിനെ കണ്ടതും ഇന്ന് ഈ ടൊവിയുടെ ഈ ഒരു ജേർണി 2016 to 2024 വെരി ഇൻസ്പയറിംഗ്. ആൻഡ് എനിക്ക് ആസ് എ പേഴ്സൺ I really love him. So I'm very very happy and I'm part of his journey എന്നും എനിക്കൊരു സന്തോഷമുണ്ട്. അത് ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ കോമ്പിനേഷൻസിലുള്ളതെല്ലാം ഇന്നും ആ സീനുകളെല്ലാം വീണ്ടും നമ്മൾ റിവൈൻഡ് അടിച്ചിട്ട് കാണുന്ന സീക്വൻസുകളാണ്. ഞാൻ പറഞ്ഞ മാത്തനേക്കാൾ നമുക്ക് ചില സമയത്ത് ആ സമയത്ത് തുടങ്ങുന്നത് മാത്രം അവസാനം പറഞ്ഞ ഡയലോഗ് ആണല്ലോ നമ്മുടെ ചങ്കിത്തിറക്കുന്നത്. ആയിക്കോട്ടെ എന്ന് ഈ ക്യാരക്ടറാണല്ലോ പറയുന്നത്, അയാളോട് പറയണ്ട കാമുകിയാണ് ഉറ്റുകൊടുത്തതെന്ന് പറയണ്ട എന്ന് പറയുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് പക്ഷേ ഒരു ടോട്ടൽ നെഗറ്റീവ് ഷെയ്ഡാണ്. നെഗറ്റീവ് നമ്മ എല്ലാവർക്കും ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ. ചെയ്യാത്തൊരു അത് ജിത്തിൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതായത് ചേട്ടാ ഞാൻ ഇതുവരെ ലൗഡ് നെഗറ്റീവ് വില്ലൻ റോൾസ് കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ മടുത്തു. അപ്പം ജിത്തിൻ ആദ്യം പറഞ്ഞായിരുന്നു, അതായത് ഇഫ് ഇറ്റ് ഇസ് അത് എഴുതി വരുമ്പോൾ അവസാന ഡ്രാഫ്റ്റിൽ വരുമ്പോൾ ഇതൊരു യൂഷ്വൽ വില്ലൻ റോൾ ആണെങ്കിൽ ചേട്ടാ നിങ്ങൾ ചെയ്യണ്ട എന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി somebody is saying that. Absolutely. See, it is very easy, convenient to put one person അവനെ എടുത്ത് ഇതിലിട്ടു അയാളത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ആലോചിക്കുന്നതാണ് ഭയങ്കര ഇറ്റ്സ് എ ബ്ലെസ്സിങ്. സോ അതെന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഫൈനൽ സ്റ്റേജസ് ഒക്കെ എത്തിയപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി. ആൻഡ് അജയന്റെ രണ്ടാം മോഷണം is a relief for me. It's a very sophisticated character. This guy called Sudev Verma from Bombay. He's a business guy. He has his own ideas. അയാൾക്ക് കുറച്ച് എന്താ പറയാ ഒരു രാജാവിന്റെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് അയാളുടെ ആ ഐഡിയാസ് ആൻഡ് അയാൾ he doesn't want to harm anybody, but he has his own ideas. അതിനെ നോക്കി ഇയാൾ പോകുന്നു. ആൻഡ് അതിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് എന്താന്നുള്ളതാണ് സിനിമ. ബട്ട് the character is very very smooth and I'm sure it will work. Waiting to watch it on 12th തീർച്ചയായും. സോ ഇവരൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പുള്ളിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ ദിപുന്റെ ഈ സിനിമയില് എനിക്ക് തോന്നുന്നത് മണിയനെയും കാട്ടി ഭയങ്കര ഭീകര മ്യൂസിക് ആണോ? ശരി, ഇവര് ചെന്നൈയിലാണല്ലോ. അഗൈൻ അത് ദിപുന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒന്ന് സെഗ്വേ ചെയ്ത് പറയേണ്ട ഒരു കാര്യം, മ്യൂസിക് ഇസ് ജസ്റ്റ് അമേസിംഗ്. നമ്മൾ ഒരൊറ്റ പാട്ടാണ് ഹരിയുടെ ഹരിശങ്കർ പാടിയിരിക്കുന്ന ആ പാട്ട്
ബ്രില്യൻ സോങ്. കിളിയെ അത് ഓൾറെഡി നമ്മുടെ ചാർട്സിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത് വരുന്ന പാട്ടായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ദിബു മലയാളത്തിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതെ, ഇനി 4 പാട്ടും കൂടിയാണല്ലോ. അതെ, മാണിക്കന്റെ മാണിക്കത്തിന്റെ പാട്ടുണ്ടോ? അതെ ആണല്ലേ, അതൊരു ലല്ലബിയാണ്, അതൊരു സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും മണിയനിലേക്കും കുഞ്ഞിക്കേളുവിലേക്കും അജയനിലേക്കും ഒക്കെ എഴുതി എത്തണമെങ്കിൽ തീർച്ചയായും ഈ പറയുന്നതൊരു നമ്മളിപ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കിതിനകത്തൊരു ഫോക്ക് ലോർ ഉണ്ടല്ലോ. പക്ഷെ ഇത് തീർച്ചയായും ഒരു നാടോടി കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. പലരും പലയിടത്തും പറയും. അത് യഥാർത്ഥത്തിൽ കേട്ട് വളർന്നൊരു നാടോടി കഥയാണോ അതോ ഒരു ക്രിയേറ്റഡ് നാടോടി കഥയാണോ? അല്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന നീലേശ്വരം കാസർഗോഡ് സ്വദേശിയാണ്. അപ്പം വെച്ചാൽ നമ്മുടെ ഒരുപാട് തെയ്യങ്ങളും കാവും ഒക്കെയുള്ള പ്രദേശമാണ്. അപ്പം ഇത്തരം കഥകളിൽ ഈ ആദ്യത്തെ 2 കഥാപാത്രങ്ങൾക്ക് നടന്ന സംഭവങ്ങളായിട്ടുള്ള റിസംബ്ലൻസ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ അഡാപ്റ്റ് ചെയ്തു. അജയൻ പ്യൂർലി ഫിക്ഷൻ ആണ്. പക്ഷേ ഈ 3 ക്യാരക്ടേഴ്സിന് തമ്മിലും ഒരു ബന്ധമില്ല ശരിക്കും. പക്ഷെ നമ്മൾ കഥാപരമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതിന് ശേഷം ജിതിൻ തേടി വന്നു. അപ്പം അങ്ങനെ ഒരാൾ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലുപരി ഈ കഥ നമ്മൾ ഒരു നായകനോടെ പറഞ്ഞിട്ടുള്ളൂ, അത് ടോവിയാണ്. ആക്ച്വലി ഈ കഥയിൽ 4 നായകന്മാരുണ്ടായിരുന്നു, 1 ക്യാരക്ടറും കൂടി ഉണ്ടായിരുന്നു, 3 അല്ലാണ്ട് ഇനി വരണവും കൂടി. അപ്പോൾ അത് കൺഫ്യൂസിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ നമ്മളത് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിയന്റെ അച്ഛൻ അല്ല, നമ്മളത് ഷൂട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തതാണ്. മീൻസ് അതിനെ കുറിച്ച് പറയുന്ന ഒരു കോണ്ടന്റ് അത് പക്ഷെ അതിന്റെ ബാക്ക് സ്റ്റോറി എടുത്തു. അത് പറയുന്നതല്ലാണ്ട് അതിന്റെ സ്റ്റോറി എടുക്കുകയും ചെയ്തു അല്ലേ? എടുത്തിട്ടില്ല, പക്ഷെ എടുക്കാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനതാ പറഞ്ഞേ, ARM 2 ഒരു ചെറിയ സൂചന ഇവിടെ എവിടെയോ കിട്ടുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആദ്യം മണ്ണിറങ്ങി ഹിറ്റാവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാ പറഞ്ഞത്, നമ്മളിപ്പോൾ ഞാൻ ഒരാളുടെയും എക്സ്പെക്ടേഷൻ ത്രൂ ദ റൂഫ് കൊണ്ടുപോകല്ല. പക്ഷേ വാട്ട് എവർ വി ഹവ് സീൻ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഓണച്ചിത്രങ്ങളിൽ, ഞാൻ പറഞ്ഞ ഓണത്തിന് നമുക്ക് വരുന്ന സിനിമകൾ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സിനിമകളാണല്ലോ. അപ്പോൾ ആ ഓണച്ചിത്രങ്ങളിൽ മലയാളത്തിൻ്റെ തന്നെ ഒരു ഭയങ്കര അഭിമാനത്തോടുകൂടി കാണിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നാലോ, കുറച്ചൊരു കോഫിയൊക്കെ അടിച്ച് തിരിച്ചു വരാം അല്ലേ? ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് ഗാനങ്ങളും കുറച്ച് കമേഴ്ഷ്യൽ മെസ്സേജസും കേട്ടിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. 96.7 FM